ചിന്നപ്പം പറഞ്ഞിട്ടുണ്ട് നിന്റെ ഡോക്ടർ ഭാര്യയെ കാണാൻ. നഴ്സറി കൂടാരം ഉണ്ടാക്കി നഴ്സറി പെമ്പിള്ളരെ വെച്ചിട്ട് നീ എന്റെ പെമ്പിള്ളരെ ഭാര്യ ആക്കുന്നാടി. എനിക്കെതിരായി സാക്ഷി പറഞ്ഞ തെണ്ടിയുടെ കുടലെടുക്കാൻ വേണ്ടി വന്നാണ് ഞാൻ. അടിമകള് വന്നേക്കാണ് ഞാൻ കൊണ്ടാക്കാനായിട്ട്. നിന്റെയൊക്കെ 4, 3, 7 കളറിട്ട ഉടുപ്പ് കണ്ടോണ്ട് ഷെഫീനൊന്നും പേടിക്കാനല്ലടിയോ. നിനക്കൊക്കെ എന്നെ ശരിക്കും അറിയാൻ പാടില്ല. കത്തിക്കുത്തി കീലേരി അച്ഛന് പുത്തരിയല്ല. പോലീസ് സ്റ്റേഷനിൽ വിളിച്ചപ്പോ വന്നുകൂടായിരുന്നു അനക്കൊക്കെ. ഒക്കെ പോലീസ് സ്റ്റേഷനിൽ ഒന്നുകൂടായിരുന്നു. ഇവിടെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കില്ലായിരുന്നു. അപ്പൊ വരാൻ വയ്യ. എന്നെ തല്ലാനല്ലെന്ന് സത്യം ചെയ്ത ഞാൻ വരാം. മൂവി വിട്ടുകൊടുക്കടി പിള്ളേരാ. നീയൊക്കെ എന്തോ കേട്ടോണ്ട് നിൽക്കുന്നേ. ആരാധകരെ കണ്ട പൈസ 14,000 രൂപ മന്ത്ലി സാലറി സ്റ്റാഫ് ഒക്കെ കൊടുക്കണം. ഇവൻ കൊടുക്കണത് 12 എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. 8 കൊടുക്കുന്നത്. ഇവൻ മൊത്തത്തിൽ ഉടായിപ്പാണ്. പൊന്ന സഹോദരങ്ങളെ ഇവൻ മൊത്തത്തിൽ ഉടായിപ്പാണ്. നിനക്ക് 50,000 രൂപ സാലറി ഇതായിരിക്കുന്നു. ഇല്ല ബാങ്കിലോട്ട് ഇട്ടിട്ടുണ്ട്. വാങ്ങിച്ചോണ്ട് പോയി എല്ലാം ഓക്കെ. തന്നല്ലോ, തന്നു, കിട്ടിയല്ലോ, കിട്ടി, ഓക്കെ. വൈകിട്ട് വീട്ടിൽ വന്നു 9 രൂപ കയ്യിലെടുക്ക്, ബാക്കി ഇങ്ങ് കൊണ്ടാ. അല്ല സാറേ അതെന്തിനാ? അത് ഫൈനാണ്, ഫൈന്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. ഇവന് റെസ്ട്രിക്ഷൻസ് ആണ്. ഇവ പറയുന്ന റെസ്ട്രിക്ഷൻസ് ആണ്. ഇവ ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത് മുഴുക്കെ ഇല്ലീഗൽ ആൻഡ് ഇമ്മോറൽസ്. അത്ര കഴിഞ്ഞ് ഇനി നമുക്ക് വെള്ളത്തിൽ കയറാം. കൊല്ലാൻ വരുന്ന ധൈര്യം ഉണ്ടെങ്കിൽ ഈ കുഞ്ഞുങ്ങളടുത്ത് അവൻ ചോദിക്കാണ്, എന്റെ ഉദാര മനസ്കതയാണ് നിങ്ങൾക്ക് ഈ ജോലി. പിന്നെ ഇവന്റെ അച്ഛന്റെ ജോലിയല്ലേ? ഇവന്റെ കുറെ വേറെ ആൾക്കാരുണ്ട്. ഇവരെയൊക്കെ വെച്ചിട്ട് അപ്പുറം ഇപ്പുറം ഉള്ളവരടുത്തൊക്കെ ചോദിക്കണം. ഇവിടെ നിങ്ങൾ അപ്പുറം ഇപ്പുറം ഒക്കെ ചോദിക്കാം. ഈ പറയുന്ന ആൾക്കാരെല്ലാം അടൂരുകാരെല്ലാം ഇവന്റെ കാലിന്റെ ഇടയിലെന്നാ പറയുന്നത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ലേബർ ഓഫീസർ പറയുന്നു ഇത് ലേബർ കയറാൻ പറ്റത്തില്ലെന്ന്. അപ്പൊ ഇവളിവിടെ എന്തോ നടത്തുന്ന ഇത്രയും പെണ്ണുങ്ങളെ വെച്ചിട്ട്? ഇവിടെ ഓഫീസ് അല്ല, ഇവിടെ ഒരു ഫാക്ടറി. അല്ലെങ്കിൽ ഇതിനകത്ത് എന്താ നടക്കുന്നേ? ഇതൊന്നും പറയണ വിജയിന്റെ അടുത്ത് വെച്ചിട്ട് പറയുന്നുണ്ട് വിജയ് ഫാനാണ്. അതായത് ഒരാൾ നമ്മൾ വാഴണമെന്ന് വിചാരിക്കുന്നിടത്ത് നമ്മൾ നന്നായിട്ട് വാഴുന്ന അങ്ങോട്ട് കാണിക്കണം. നാട്ടുകാരെ പൈസയും നാട്ടുകാരുടെ വിയർപ്പും തിന്ന് ജീവിക്കുന്ന 2 നാറികൾ. തൽക്കാലം ഇത്രയും മതി. അപ്പൊ ഞാൻ പോട്ടെ. എന്റെ കാര്യം കൂടെ ഒന്ന് പറയടാ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ